ദൈവനാമം മഹത്വപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:5 ഇങ്ങനെ വായിക്കുന്നു. അതിന് യേശു ആമേൻ ആമേൻ എന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, കർത്താവിന്റെ വചനം പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ലെന്ന കർത്താവിന്റെ വചനം പറയുന്നത്. ഇതുവരെ എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഒരു തീരുമാനമെടുക്കാമോ? സ്വർഗം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ പകലിൽ നിങ്ങൾ ഈ വചനം കേൾക്കുവാൻ ഇടയാകുന്നത്. വെള്ളത്താൽ എങ്ങനെയാണ് ജനിക്കേണ്ടത്? കർത്താവ് നമ്മളെ കാണിച്ചു തന്നിരിക്കുന്ന മാതൃക എങ്ങനെയാണ്? അവൻ നമ്മളെ കാണിച്ചു തന്നിരിക്കുന്ന മാതൃക വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന സ്നാനമാണ് കർത്താവ് കാണിച്ചു തന്നിരിക്കുന്നത്. വെള്ളം തളിക്കലല്ല, വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങണം. വാട്ടർ ഇമ്മേഴ്സ് ബാപ്റ്റിസം. ആമേൻ. ഇന്നീ പകലിൽ ആരെങ്കിലും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചിട്ടില്ല എങ്കിൽ ഒരു തീരുമാനമെടുക്കാവോ? കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്നീ പകലിൽ ഈ വചനം കേൾക്കുവാൻ ഇടയാകുന്നത്. ആത്മാവിൽ പുതുതായി ജനിക്കണം. അത് വെള്ളത്തിലും ജനിക്കണം, ആത്മാവിലും ജനിക്കണം. ഇന്ന് ഈ പകലിൽ ഒരു തീരുമാനമെടുത്താട്ടെ. നിങ്ങൾ നഷ്ടപ്പെട്ടു പോവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. സ്വർഗം നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായത് എന്തിനെന്ന്? ആ നിത്യതയ്ക്ക് നമ്മളെ അവകാശികളാക്കി തീർക്കുവാന്. അതുകൊണ്ടത്ര കർത്താവ് ഈ വചനം ആഹ്വാനം ചെയ്യുന്നത്, നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. പരിശുദ്ധാത്മാവിനാൽ ജനിക്കണം, വെള്ളത്താൽ ജനിക്കണം, ആത്മശക്തിയാൽ നിറയണം, നിത്യതയ്ക്ക് അവകാശികളായി തീരണം.